സാർ, പാകിസ്ഥാന് എപ്പോഴും സഹായം നൽകുന്ന രാജ്യങ്ങളിലൊന്നു തന്നെയാണ് ഖത്തർ. അവിടെ വലിയ നിക്ഷേപമൊക്കെ നടത്താനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ പൊളിഞ്ഞു പാളീസായിരിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ കമ്പനികളൊക്കെ പിൻവലിക്കാനുള്ള ആലോചനയിലേക്ക് ആ രാജ്യം പോകുന്നു. വലിയ പ്രതിസന്ധി അല്ലേ? ആലോചന മാത്രമല്ല, അവർ പിൻവലിച്ചു. അതെയോ? അതായത് ഖത്തറിലെ അൽത്താനി ഗ്രൂപ്പ്, അൽത്താനി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അവിടുത്തെ രാജകുടുംബാണത്. അവരുടെ തന്നെ ഗ്രൂപ്പാണ്. അതായത് പോർട്ട് ഖാസിം ഊർജ പദ്ധതി പാകിസ്ഥാനിലെ ആ പദ്ധതിയിൽ നിന്ന് ഖത്തർ പിൻവാങ്ങി കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇത് അവിടുത്തെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉണ്ടല്ലോ, സാമ്പത്തിക ഇടനാഴി ചൈന പാകിസ്ഥാൻ, അതിൽ നിന്ന് ചൈനയും ഒക്കെ പതുക്കെ അല്ലേ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് കറാച്ചി തുറമുഖം ആയിട്ട് ബന്ധപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരുന്ന ഊർജ പദ്ധതിയാണ് പോർട്ട് ഖാസിം ഊർജ പദ്ധതി. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കറാച്ചിയിൽ ഒരു ബിസിനസ് പത്രമുണ്ട്, ബിസിനസ് റെക്കോർഡർ. അവരാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. വിദേശ നിക്ഷേപങ്ങൾ ഇങ്ങനെ പലതും പാകിസ്ഥാന് നഷ്ടപ്പെടുന്നു എന്ന ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അൽത്താനി ഗ്രൂപ്പ് ഖത്തറിലെ ഷഹബാസ് ഷെറീഫിനെ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ സമീപിച്ചു. കുറെ കുടിശ്ശികയായി ഈ പദ്ധതിയായി ബന്ധപ്പെട്ട്, ഞങ്ങൾ നടപ്പാക്കിയതാണ്, കുറെ കുടിശ്ശികയായി, ആ കുടിശ്ശികയൊക്കെ ഒന്ന് തിരിച്ചു വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഷഹബാസ് ഷെറീഫിനെ സമീപിച്ചു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ വിദേശ നാണ്യ കരുതൽ ശേഖരം ഉണ്ടല്ലോ എല്ലാ രാജ്യത്തിനും, അത് അവിടുത്തെ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസർവ് ബാങ്ക്, അതിപ്പോൾ 14.5 ബില്യൺ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1,28,619 രൂപ, 1.28 ലക്ഷം കോടി രൂപ. ഇത്രയേ അവിടെ വിദേശ നാണ്യ കരുതൽ ശേഖരം ഉള്ളൂ. ഒരു 5-6 കച്ചവടം നടത്തിയാൽ തീരുന്നതേ ഉള്ളൂ അവിടെ, ഡോളർ എന്ന് പറയാൻ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ 3 മാസത്തെ ഇറക്കുമതിക്ക് കൊടുക്കാനുള്ള കാശ് മാത്രമേ അവിടുത്തെ റിസർവ് ബാങ്കിൽ ഇപ്പം നീക്കിയിരിപ്പുള്ളൂ. ഇതാണ് പാകിസ്ഥാൻ്റെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഈ പോർട്ട് ഖാസിം പവർ പ്രോജക്റ്റ്, അതിന് $2.1 ബില്യൺ ആണ് ചെലവ് കണക്കാക്കിയിരുന്നത്. 18,628 കോടി രൂപ നമ്മുടെ കറൻസി കണക്കാക്കുമ്പോൾ. അത് കറാച്ചിക്ക് കിഴക്ക് ആണ് ഈ പണിതുകൊണ്ടിരുന്നത്. ഖത്തറിലെ അൽ മിർക്കബ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയും ചൈനയിലെ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും ഇതിൽ പങ്കാളികളായിരുന്നു ഈ പോർട്ട് ഖാസിം ഊർജ പദ്ധതിയിൽ. ഈ അൽത്താനി ഗ്രൂപ്പ് $1 ബില്യൺ ആണ് ഇതിൽ നിക്ഷേപമായിട്ട് ഇറക്കിയത്. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇതിൽ 49% ഓഹരി ഖത്തറിലെ രാജകുടുംബത്തിൻ്റെതാണെന്നർത്ഥം. അൽത്താനി ഗ്രൂപ്പിൻ്റെത് 49%. ഈ മിർഖാബ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അൽ മിർഖാബ് ക്യാപിറ്റൽ, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഊർജ പദ്ധതി, അത് അൽത്താനി ഗ്രൂപ്പിൻ്റെത് തന്നെയാണ്. ആ കമ്പനി അതും അൽത്താനി ഗ്രൂപ്പിൻ്റെ തന്നെ. കൽക്കരി പദ്ധതിയായിരുന്നു ഇത്. പാകിസ്ഥാൻ്റെ CRPAG സെൻട്രൽ പവർ പർച്ചേസിംഗ് കമ്പനി ആണിത് പാകിസ്ഥാനിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഏജൻസി സകല ഗ്യാരൻറ്റിയും പദ്ധതിക്ക് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ കുടിശ്ശിക പാകിസ്ഥാൻ രൂപയിൽ പറയുമ്പോൾ 400 ബില്യൺ പാകിസ്ഥാൻ രൂപ ഖത്തറിന് കൊടുക്കാനുണ്ട് കുടിശ്ശിക. 5 പൈസ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഊർജ പദ്ധതിയിൽ നിന്ന് മൊത്തത്തിൽ ഖത്തർ പിൻവാങ്ങി. ആ 49% ഓഹരി ഖത്തർ പിൻവലിക്കാൻ തീരുമാനിച്ചു പദ്ധതിയിൽ നിന്ന്. ഇതുവരെ 9 ആഗോള, അതായത് മൾട്ടിനാഷണൽ കമ്പനികൾ
പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലെ പിൻവാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് 9 ആഗോള കോർപ്പറേറ്റുകൾ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഒന്ന് പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, PNG, പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ. ഷെൽ, നമ്മുടെ പെട്രോൾ കമ്പനി. ഫൈസർ എന്ന് പറഞ്ഞാൽ ഔഷധ കമ്പനി, മരുന്ന് കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. മൈക്രോസോഫ്റ്റ്, യൂബർ, ടോട്ടൽ എനർജീസ്. ഇവിടെ നമുക്ക് യൂബർ കിട്ടുന്ന പോലെ അവിടെ കിട്ടില്ല. ടോട്ടൽ എനർജീസ്, ലില്ലി, ടെലിയനോർ, യമഹ, ഇതൊക്കെ അവിടുന്ന് പിൻവാങ്ങിയ കമ്പനികളാണ്. ഷെല്ല് അവരുടെ ഓഹരി വിറ്റു അവിടുത്തെ. ഫൈസർ കറാച്ചി പ്ലാന്റ് പൂട്ടിപ്പോയി. കഴിഞ്ഞ 6 വർഷത്തിൽ പാകിസ്ഥാനിൽ വ്യവസായ നിക്ഷേപം 46% ഇടിഞ്ഞു, താഴ്ന്നു. വ്യവസായം മൊത്തത്തിൽ തകരുന്നു. വ്യവസായ നയം, ഊർജ വില, അതായത് വൈദ്യുതിയുടെയൊക്കെ വില, കറൻസിയുടെ വില എല്ലാം താറുമാറായി. അലി ഇമ്രാൻ ആസിഫ്, അതായത് ലാഹോർ ചേംബർ ഓഫ് കോമേഴ്സിലെ അംഗമായിട്ടുള്ള അലി ഇമ്രാൻ ആസിഫ്, വലിയ വ്യവസായി, അദ്ദേഹം പറയുന്നത് യന്ത്രങ്ങളുടെ കേടുപാട് നന്നാക്കാൻ പോലും കിട്ടുന്ന പൈസ തികയുന്നില്ല. ഇതാണ് വ്യവസായത്തിൻ്റെ അവസ്ഥ. GDP 13.2% സ്തംഭിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ 6 വർഷത്തിൽ. വ്യവസായത്തിന് അങ്ങനെ കാര്യമായ സംഭാവനയൊന്നും ഒരു മേഖലയിൽ നിന്നും കിട്ടുന്നില്ല. അവിടുത്തെ LSM, ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്, അത് GDPയുടെ 8% ആയിരുന്നത് ഇന്ന് 0.74% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള മാനുഫാക്ചറിങ് ഒന്നും വ്യവസായത്തിൽ നടക്കുന്നില്ല. തുണി വ്യവസായം പാടെ തകർന്നുപോയി. അപ്പോൾ പാകിസ്ഥാൻ്റെ മൊത്തത്തിൽ അതിൻ്റെ തകർച്ച നമ്മൾ പറയുമല്ലോ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു രാജ്യമേ അല്ല എന്ന് പറയുമല്ലോ. കടം വാങ്ങിച്ച് IMFൻ്റെയും ലോകബാങ്കിൻ്റെയൊക്കെ കടം വാങ്ങിച്ച് നിൽക്കുകയാണ്. പക്ഷേ കടം വാങ്ങിച്ച പണം കൊണ്ട് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് ഭീകരതയാണ്, അല്ലേ? ഭീകരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി പാകിസ്ഥാനിൽ നിന്ന്. ഇപ്പം ഇത് കണ്ടിട്ട് ബാക്കി നിലവിലുള്ള കമ്പനികൾ കൂടി അവിടുന്ന് പിൻവാങ്ങാനുള്ള സാധ്യത കൂടില്ല. കാരണം അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായിട്ട് വരുന്നുണ്ട്. ഈ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിൽ നിന്ന് ആക്രമണത്തിൻ്റെ ഭീഷണി നേരിടുന്നുണ്ട്. അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വിമാനത്താവളങ്ങളിൽ വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരം വലിയ കമ്പനികൾ പോയാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ചെറുകിട ഇടത്തരം കമ്പനികളിലെ അവരും അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതായത് തുർക്കിയുടെ ഒരു ഉപഗ്രഹ രാജ്യമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന പോലെ കേൾക്കുക. കാരണം ചൈനയും ഈ പറഞ്ഞ പോലെ പിൻവാങ്ങിയല്ലോ. കാരണം ചൈനീസ് എഞ്ചിനീയർമാരെയൊക്കെ കണ്ടാൽ വെടിവെച്ചു കൊല്ലില്ലേ. ഗ്വാദാർ തുറമുഖത്തിൽ ഇൻവെസ്റ്റ് നടത്തി. അവിടെ വിമാനത്താവളം പണിതു. വിമാനങ്ങളില്ല, യാത്രക്കാരില്ല. ഗ്വാദർ തുറമുഖം പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ ചൈന പൊതുവെ അവിടുത്തെ നിക്ഷേപങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നു. സാധാരണഗതിയിൽ ഒരു ഇസ്ലാമിക രാജ്യം ഖത്തർ പോലെ അല്ലേ? ഖത്തറിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ടല്ലോ. ഒരു വലിയ വിമാന കൊട്ടാരം സംഭാവന ചെയ്തതല്ലേ, ട്രംപിന് വെറുതെ കൊടുത്താണ്. അപ്പോൾ അൽത്താനികള് അവര് കുറച്ച് പൈസ പോയാലും എന്തെങ്കിലും ആകട്ടെ, ഇസ്ലാമിക രാജ്യമാകട്ടെ എന്ന് വിചാരിക്കേണ്ടതാണ്. സൗദി പക്ഷെ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ഇല്ലേ? അതെ, ഒപ്പുവെച്ചു. ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ 2 രാജ്യത്തിനെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. അതിന് സൗദിക്ക് സേനയില്ല. സൗദി പിന്നെ എന്ത് സഹായിക്കാന്? സൗദി ആ കരാർ ഒപ്പുവെച്ചിരിക്കുന്ന 1979 കാബ വിമതരെ പിടിച്ചടക്കിയല്ലോ മക്കയില്. അന്ന് സഹായിക്കാൻ അന്ന് കൂലിപ്പട്ടാളായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടല്ലേ? കൂലിപ്പട്ടാളമായിട്ട് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ പ്രതിരോധ കരാറിന്റെ അർത്ഥം ഇനിയും കൂലിപ്പട്ടാളായിട്ട് വേണമെങ്കിൽ വരാൻ കേട്ടോ, കാശ് തരാം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സൗദി അതിനുള്ള പണം സൗദി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പട്ടാളത്തിനുള്ള ഒരു രാജ്യമായിട്ട് സൗദി പാകിസ്ഥാനെ കാണുന്നുള്ളൂ.
പിന്നെ നമുക്കറിയാലോ ഒരുമാതിരി അറബ് രാജ്യങ്ങളൊക്കെ ഇല്ലേ, അതെ, നിങ്ങൾ പിച്ചക്കാരെ കയറ്റിവെക്കരുതെന്ന് പാകിസ്ഥാനോട് പറഞ്ഞിട്ടില്ല, പരസ്യമായിട്ട് പറയുന്നു അല്ലേ, എംബസിയിലും ഒക്കെ. അതുപോലെ ഹജ്ജിന്റെ സമയത്ത് നിങ്ങൾ പിച്ചക്കാരെ വിടരുതെന്ന് സൗദി അറേബ്യ പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലേ. അതെ. അപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ പാകിസ്ഥാൻ പിച്ച രാഷ്ട്രമാണ് എന്നൊരു ഇമേജ് ഉണ്ട് എന്നുള്ള പ്രതിച്ഛായയാണ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീകര രാജ്യമാണ് എന്നുള്ളത്. ആകെ താല്പര്യമുള്ളത് കുറച്ച് ഇപ്പൊ ട്രംപിനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റയർ എർത്ത്സ് ഉണ്ടെന്നുള്ളത്. അത് കുറച്ച് കഴിയുമ്പോൾ ട്രംപിനും മനസ്സിലാവും, അതോടെ അതും തീരും. ട്രംപിന് പരിചയമുള്ള കമ്പനിക്കാർ ബലൂചിസ്ഥാനിൽ പോകുമ്പോൾ വെടികൊള്ളുമ്പോൾ അതും തീരും. അതും ആ പൊതിയും അട്ടത്ത് വെക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.